ഡോഗ് വായിക്കും. ആ അപ്പൊ നിനക്കും ഇംഗ്ലീഷ് അറിയില്ലല്ലേ? നിന്റെ കുഴപ്പമാണോ സ്കൂളിന്റെ കുഴപ്പമാണോ? പത്രം എവിടെ? പഠിക്കുന്നില്ലേ? ഇതാ ചേച്ചി. മോളെ വായിച്ചേ. Young doctor wins National Gold Medal for research on tribal infant malnutrition. കണ്ടോ? ഒരു ഐഡിയ അങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ. New Delhi. Dr. Parvati Padmanabhan has brought laurels to the medical fraternity by clinching the prestigious gold medal in a national level thesis competition. The competition was organized by New Delhi based on National Academy for Medical Science, a premier institution in the field of medical research. Health experts are expected to attend the event to honor the young physician for her exemplary work. National Institute of Medical Science, New Delhi. പാറുവിന് ഡൽഹിയിൽ എന്താന്നാ? ഏട്ടാ സന്തോഷ വാർത്തയാ. ഗുഡ് ന്യൂസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഏട്ടാ പാറുവിന് ഗോൾഡ് മെഡൽ കിട്ടിയെന്ന്. പാറുവിന് എന്തിനാ സ്വർണ്ണ മെഡൽ കിട്ടിയത്? ഒരു പ്രബന്ധം അവതരിപ്പിച്ചേനാ. പ്രബന്ധം എന്ന് വെച്ചാ ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ച് സമഗ്രമായി പഠിച്ച് കണ്ടെത്തി അതെല്ലാം ക്രമമായി രേഖപ്പെടുത്തി സമർപ്പിക്കുന്ന അക്കാഡമിക് രചനയാ. പാറു ഗവേഷണം നടത്തിയ വിഷയം ആദിവാസി സമൂഹത്തിലെ ശിശുക്കളുടെ പോഷകാഹാര കുറവിനെ കുറിച്ചായിരുന്നു. അതിനാണ് പാറു ഇന്ത്യയിൽ തന്നെ ഒന്നാമതെത്തിയതും സ്വർണ്ണ മെഡൽ നേടിയതും. ഡൽഹിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസാ ഈ അവാർഡ് നൽകിയിരിക്കുന്നത്. അവാർഡ് ദാനം ജൂൺ 23 ഡൽഹിയിൽ വെച്ച് നടത്തും. നമുക്ക് എന്തെങ്കിലും ആവട്ടെ, നമുക്ക് തീർച്ചയായിട്ടും ആഘോഷിക്കണം. ഇവിടുത്തെ നാട്ടുകാരെ മുഴുവൻ അറിയിക്കണം. മധുരം കഴിച്ചോ? എന്താ മുതലാളി, എന്താ കാണുന്നു പറഞ്ഞേ? കുറച്ച് നാളത്തേക്ക് എനിക്ക് നിങ്ങളെ കൊണ്ട് ചില ആവശ്യങ്ങളുണ്ട്. മുതലാളി കാര്യം പറ, എന്താ വേണ്ടേ? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. കരിനീലിക്കാവിലെ പത്മനാഭ മുതലാളിയുടെ മോളെയല്ലേ കല്യാണം കഴിക്കുന്നത്? അതെ, അവളെ തന്നെയാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. ആ കൊച്ചിനെ ഞങ്ങൾക്കറിയാം, ഉത്സവത്തിന് വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഗിരിയെ അറിയാമായിരിക്കുമല്ലോ. ഈ കരുനീലിക്കാവിൽ അമ്മയുടെ തിരുമുടി സ്ഥിരമായിട്ടെടുക്കുന്ന ഗിരി അറിയാം. അവിടെ കട നടത്തുന്ന ഒരാളല്ലേ, പത്മനാഭ മുതലാളിയുടെ ഒരു ബന്ധു. അപ്പോ നിങ്ങൾക്ക് അറിയാം. നന്നായി. ആളെ പരിചയപ്പെടുത്തുന്ന ചടങ്ങൊഴിവായി കിട്ടിയത്. മുതലാളിക്ക് എന്താ വേണ്ടത് അത് പറ. അവന് ആ ഗിരിയെ ഒന്ന് ഒതുക്കണം. എന്താ മുതലാളി, മുതലാളി അവനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ എനിക്കൊരു തീരാ തലവേദന. ഈ പാർവതിയുടെ മുറച്ചെറുക്കനാ. എനിക്കാണെങ്കിൽ അവനെ കാണുന്നതേ വെറുപ്പാ. പാർവതിയോടുള്ള അവന്റെ സമീപനവും പെരുമാറ്റവും ഒന്നും ശരിയല്ല. അവൾ എവിടെ പോയാലും നിഴല് പോലെ അവൻ കൂടെ തന്നെ കാണാം. നമുക്ക് അവന്റെ കൈയും കാലും അടിച്ചൊടിക്കാം. പിന്നെ അവൻ ആ കൊച്ചിന്റെ പിറകെ നടക്കില്ലല്ലോ. വേണ്ട, ഇപ്പൊ അവന്റെ കൈയും കാലൊന്നും അടിച്ചു കൊടുക്കണ്ട. അതിനുള്ള സമയമായിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങള് അവന്റെ പാർവതിയുടെ പുറകെ തന്നെ ഉണ്ടാവണം. അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് എവിടെയെങ്കിലും പോകുന്നുണ്ടോന്ന് അന്വേഷിക്കണം. അങ്ങനെ ഒരുമിച്ച് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആ വിവരം അപ്പ തന്നെ എന്നെ വിളിച്ചറിയിക്കണം. ഞങ്ങളിനി അവന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും മുതലാളി. ഇവൾക്ക് മെഡൽ കിട്ടിയത് നീയും അറിഞ്ഞോ? ഞാൻ മാത്രമല്ല, നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. എല്ലാരെയും ഞാൻ അറിയിച്ചിട്ടുണ്ട്. പാറുവിന് സ്വർണ്ണ മെഡൽ കിട്ടിയ കാര്യം പോസ്റ്റർ അടിച്ച് കരിനീലിക്കാവിലെ മുക്കിലും മൂലയിലും ഞാൻ ഒടിച്ചു. അതൊക്കെ ഇപ്പോ ഇതിനൊക്കെ എത്ര സമയം വേണം അപ്പച്ചി?
കരിനീലിക്കാവിൽ നിന്ന് ആദ്യമായിട്ട് ഇത്രയും വലിയ സമ്മാനം വാങ്ങിച്ച ആളാണല്ലോ പാറു. അപ്പൊ പിന്നെ ആ വിവരം നാട്ടുകാരെയൊക്കെ അറിയിക്കണമല്ലോ. ഞങ്ങൾ അറിഞ്ഞത് നമ്മുടെ മാമൻ കൊണ്ടുവന്ന ഇംഗ്ലീഷ് പത്രത്തിൽ നിന്നാ. ഇവിടെ എത്ര പേരാ ഇംഗ്ലീഷ് പത്രം വായിക്കുന്നത്? ഇംഗ്ലീഷ് പത്രം പോയിട്ട് മലയാള പത്രം പോലും നേരെ ചൊവ്വേ ആൾക്കാർ വായിക്കുന്നില്ല. അതറിയാവുന്നോണ്ടാ ഞാൻ പോസ്റ്റ് അടിച്ച് മുഴുവനും ഒട്ടിച്ചത്. അതിന്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? അതിനെന്താ കുഴപ്പം? ഇതൊക്കെ ആവശ്യമുള്ള കാര്യം തന്നെയല്ലേ പാറു. മധുരോട് ഈ ഗിരിയേട്ടന്റെ ഒരു കാര്യം. പാറുവിന് ഇനി ഇതുപോലുള്ള സമ്മാനങ്ങൾ കിട്ടട്ടെ, അതാ എന്റെ ആഗ്രഹം. അപ്പച്ചി എടുക്ക്. അമ്മ എന്താടാ ഗിരി ഒരു ബദൽ വിതരണം? ഇതെന്താ നിന്റെ പിറന്നാളാ? അയ്യോ, എന്റെ പിറന്നാളൊന്നുമല്ല. എന്റെ പിറന്നാൾ ഞാൻ പോലും ഓർക്കാറില്ല അമ്മ. ഇത് പാറുവിന് സ്വർണ്ണ മെഡൽ കിട്ടിയില്ലേ, അതിന്റെ സന്തോഷത്തിനാ. ഓ അങ്ങനെ. അല്ല, ഈ മധുര വിതരണം മാത്രമേ ഉള്ളോ അതോ ഈ കവലയില് ബൈക്കൊക്കെ കെട്ടിക്കൊണ്ട് വിവിധ ഇനം കലാപരിപാടികളോ അല്ലെങ്കിൽ പായസം ഉണ്ടാക്കൽ, ബിരിയാണി അങ്ങനെ വല്ലതും? അയ്യോ, അക്കാര്യം ഞാൻ ഓർത്തില്ല. അമ്മാവൻ പറഞ്ഞ പോലെ ഇവിടുന്ന് പോയ ശേഷം ഞാൻ പരിപാടി ഗംഭീരാക്കിയേക്കാം. ബിരിയാണി കൊടുക്കണോ പായസം കൊടുത്താൽ മതിയോ? ഒന്നും വേണ്ട. അതെന്താ പറയൂ? അച്ഛൻ വെറുതെ തമാശ പറഞ്ഞതാ. ഗിരിയേട്ടൻ അത് കേട്ട് തുള്ളാനൊന്നും നിൽക്കണ്ട. അമ്മാവൻ പറഞ്ഞാലും കാര്യമുണ്ട്. ഒരു കാര്യമില്ല. എനിക്ക് മെഡൽ കിട്ടിയ വിവരം പോസ്റ്റർ അടിച്ച് നാടായ നാട് മുഴുവൻ ഒട്ടിച്ചല്ലോ, അത് മതി. അതും ഇതിനിടയ്ക്ക് സംഭവിച്ചു.